ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റി ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധന സാമഗ്രികളാണ് നിങ്ങളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും മുട്ടയുണ്ട് കേട്ടോ. നമുക്കതിന് വേണ്ടിയിട്ട് സോസ്, മുട്ട, ബ്രെഡ്, ചീസ്, ബട്ടർ, കുറച്ച് വെജിറ്റബിൾസ് വേണം വേണ്ട. അപ്പോൾ നമ്മളതിന് വേണ്ടി ആദ്യം തന്നെ ദോശക്കല്ലെടുത്ത് അടുപ്പിൽ വെച്ചു. കുറച്ച് ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ നല്ല രീതിയിലൊന്ന് ഉരുകി വരട്ടെ. ഞാൻ ബട്ടറൊക്കെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. പരത്തിയല്ല, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ എല്ലായിടത്തും ഒന്ന് പറ്റണമല്ലോ, അതുകൊണ്ട്. ഇതെൻ്റെ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോയിൽ കണ്ടൊരു വിഭവമാണ് കേട്ടോ. ചേച്ചി എന്നോട് പറഞ്ഞു ഇത് നീ ട്രൈ ചെയ്ത് നോക്കി പൊളിക്കുമെന്ന്. അങ്ങനെ നമ്മൾ ആ ബട്ടറിലേക്ക് നമ്മുടെ ബ്രെഡിനെ എടുത്ത് വെക്കുകയാണ്. ബ്രെഡ് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. ഇങ്ങനെ ബ്രെഡൊക്കെ അവിടെ നിന്ന് മുരിയട്ടെ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മൾ ക്യാരറ്റ്, ക്യാബേജ്, സവാള ഇത് നന്നായിട്ട് കുനുകുനാ അരിഞ്ഞതിലേക്ക് നമ്മളൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇന്ന് നമുക്ക് മുട്ട വിഭവമാണേ. അപ്പോൾ മുട്ടയൊക്കെ നല്ല രീതിക്ക് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ലേശം ഉപ്പൊക്കെ ഇട്ടു. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഞാൻ നമ്മുടെ വറ്റൽമുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫോർക്ക് വെച്ച് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പും ചില്ലി ഫ്ലേക്സും മുട്ടയൊക്കെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് അടിച്ച് കലക്കിയെടുക്കാം നമുക്ക്. അങ്ങനെ നല്ല രീതിക്ക് മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശക്കല്ലിൻ്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ ദോശക്കല്ലിൻ്റെ അടുത്ത് വന്നു. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. അപ്പം ഞാനിത് ചരിച്ചിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അവളുടെ വീട്ടിൽ തവിയില്ലേന്ന്. തവിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ചരിച്ചൊഴിച്ചു കൊടുത്തത്. പിന്നീട് നമ്മൾ ആ ഒഴിച്ച മുട്ട ബ്രെഡിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ബ്രെഡിൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് സെറ്റ് ചെയ്തു. നമ്മുടെ മുട്ട ആ ഒരു വശം വെന്ത് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ വെന്ത മുട്ട നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് മുട്ടയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ മുട്ടയൊക്കെ അവിടെ നിന്ന് വേവട്ടെ. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ മുട്ടയൊക്കെ വെന്ത് കഴിഞ്ഞു. നമുക്ക് വേണ്ടുന്ന സാധന സാമഗ്രികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചീസ്, ബ്രെഡ്, മുട്ട, സോസ് വേണം കേട്ടോ. അങ്ങനെ അതെല്ലാം നമ്മൾ എടുത്തു വെച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചീസ് എന്ന് പറയുന്ന സാധനം കടയിൽ നിന്ന് അങ്ങനെ ഉപയോഗിക്കുന്നത് വീട്ടിൽ കേട്ടോ. ഞാൻ ഈ കഴിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് ബർഗറിൻ്റെയൊക്കെ കൂടെ കിട്ടുമല്ലോ, അങ്ങനെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് എടുത്തു. ബ്രെഡിന് മുകളിൽ വേണമെങ്കിൽ കുറച്ച് സോസ് തേക്കാം. ഞാൻ അതിൻ്റെ മുകളിലേക്ക് മുട്ട വെച്ചു. പിന്നെ കുറച്ച് സോസ് ഒഴിക്കാമെന്ന് വിചാരിച്ച് എടുത്തപ്പോഴേക്കും ദാ കിടക്കുന്നു നമ്മുടെ സോസ് മുട്ടയിലേക്ക്. പിന്നെ അതൊക്കെ അറ്റത്ത് വീണയൊക്കെ ഒന്ന് പരത്തി തേച്ച് കൊടുത്തിട്ടുണ്ട് മുട്ടയിലോട്ട്. പിന്നെ തറ വീണതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്ത ശേഷം വീണ്ടും കുറച്ച് സോസ് എടുത്ത് നമ്മുടെ മുട്ടയുടെ മുകളിലേക്ക് നല്ല രീതിക്കൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീസ് കൂട്ടനെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ബ്രെഡ് എടുത്ത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വലിയ സംഭവമാണെന്ന് ഞാനെന്ന്. പക്ഷെ അല്ല, ഈ സംഭവം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ബ്രെഡൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സാധനമാണ് എന്നാണ് ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതെടുത്ത് പ്ലഗൊക്കെ കുത്തി നമ്മൾ ബ്രെഡ് അതിനകത്തേക്ക് വെച്ചു. ഒരു വശം മുറിച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിലെ ചീസൊക്കെ നല്ലോണം മെൽറ്റായി വരും. നമ്മൾ ഹോട്ടലിൽ നമ്മൾ ബ്രെഡ് ബർഗറിൻ്റെ ഒക്കെ ബ്രെഡൊക്കെ ഇതുണ്ടല്ലോ സംഭവം നമ്മൾ കഴിക്കുന്ന എന്തൊരു സാധനം അതുപോലെ ഇരിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആയില്ല. ചീസ് ഒരുപാട് അങ്ങ് മെൽറ്റായില്ല, ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ബ്രെഡൊക്കെ എടുത്തു. നമ്മൾ ഒരു ഫാഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ല രീതിക്കൊന്ന് മുറിച്ച് കൊടുത്തിട്ടും കത്തി അങ്ങോട്ട് പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളതൊന്ന് മുറിച്ചെടുത്ത ബ്രെഡ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാവേ. ഇതാണ് വരുന്നില്ല. ഇതാണ് നമ്മുടെ ബ്രെഡിൻ്റെ അവസ്ഥ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? എല്ലാവരും ട്രൈ ചെയ്യണേ.